മനുഷ്യർക്ക് ഏതൊരു സാധനവും വില കൊടുത്താൽ കിട്ടും. പക്ഷേ മാർക്കറ്റിലെങ്ങും എത്ര വില കൊടുക്കാൻ തയ്യാറായാലും കിട്ടാത്ത സാധനമാണ്. കിട്ടാത്ത 3 കാര്യങ്ങളാണ് സന്തോഷവും, സമാധാനവും, ആശ്വാസവും. ഈ സന്തോഷവും സമാധാനവും ആശ്വാസവും നഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. മനുഷ്യനിൽ ഓരോരുത്തരുമുള്ളതായ പാപങ്ങൾ, ആ പാപം പലരിലും പല വിധത്തിലാണ്. ആ പാപം മനുഷ്യനിൽ അവൻ്റെതായ സന്തോഷവും, അല്പനേരത്തേക്കൊരു പക്ഷേ സന്തോഷം, ആനന്ദമൊക്കെ അതിന് കിട്ടിയെന്ന് വരാം. അല്പനേരത്തേക്ക് ആസ്വദിച്ചു വരാം. അതുകൊണ്ട് അല്പസമയം മറ്റു ചിന്തകളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനായിട്ട് സാധിച്ചെന്ന് വരാം. പക്ഷേ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ തെറ്റിൽ അകപ്പെട്ട ശേഷം പിന്നീടുള്ള അതിനുശേഷമുള്ള സമയങ്ങളിൽ മനസ്സിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് കുറ്റബോധം. ആ കുറ്റബോധം മനസ്സിനെ ഇങ്ങനെ കരണ്ട് നിന്ന് അവന് സമാധാനം കെടുത്തും, അവൻ്റെ ആശ്വാസം കെടുത്തും, സന്തോഷം കെടുത്തും. പിന്നെയും ഈ കുറ്റബോധം ആദ്യമൊക്കെ ഉണ്ടായി കുറേ നാളൊക്കെ ആ കുറ്റബോധമൊക്കെ, അല്ലെങ്കിൽ അല്പനാൾ കുറേയൊക്കെ ആ കുറ്റബോധമൊക്കെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് പാപം ചെയ്യാത്തവർ, അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്യാത്തവരാരുണ്ട് എന്ന് സ്വയം പ്രശംസിച്ചുകൊണ്ട് പിന്നെയും തെറ്റിലേക്ക് അകപ്പെടുന്നു. ഏതെല്ലാം അകൃത്യങ്ങളിൽ അകപ്പെടുന്നു, ഏതെല്ലാം കുറ്റങ്ങളിൽ അകപ്പെടുന്നു. അങ്ങനെ തെറ്റ് ചെയ്യുന്നതിനോടുള്ള അവൻ്റെ കുറ്റബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മനസ്സ് മാറിക്കഴിഞ്ഞു. തന്മുഖാന്തരം ആ ചെയ്ത തെറ്റുകൾ തിരിച്ച് മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്ന നിലയിൽ, സന്തോഷം കെടുത്തുന്ന നിലയിൽ, ആശ്വാസം കെടുത്തുന്ന നിലയിൽ തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങും. ആ തെറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച്, ആ കുറ്റങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, ആ പാപങ്ങളുടെ സ്വഭാവം അനുസരിച്ച്. അത് വ്യക്തികളോടാണെങ്കിൽ അങ്ങനെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ അതങ്ങനെ. അപ്പോൾ അതെല്ലാം തിരിച്ചിങ്ങോട്ട് ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന നിലയിൽ, സന്തോഷം നഷ്ടപ്പെടുന്ന നിലയിൽ, ആശ്വാസം നഷ്ടപ്പെടുന്നതിൽ പ്രതികരിക്കും. അതെ, മദ്യപാനം ആദ്യമൊക്കെ സന്തോഷമായിട്ട് തോന്നും. പക്ഷെ തിരിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ടടിക്കുമ്പോൾ ആ മദ്യപാനത്തിൻ്റെതായ ആസക്തിയിൽ നിന്ന് അത് മനുഷ്യരോട് അകലുന്ന നിലയിലുള്ളതായ സ്വഭാവ വൈകല്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടായി വരുമ്പോൾ അത് മനസ്സിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചാൽ അന്നേരം അല്പമായ ഒരു സന്തോഷമോ ഒരു സംതൃപ്തിയോ ഒക്കെ ഉണ്ടായാലും പിന്നീട് അത് ജീവിതത്തിൽ വളർന്നു വന്ന് അത് മനസ്സിനെ ബാധിക്കുന്ന, ബുദ്ധിയെ ബാധിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കുന്ന നിലയിൽ അത് ആയിത്തീരുമ്പോൾ മനസ്സിൻ്റെ അവസ്ഥ സന്തോഷമില്ലാതാക്കി, സമാധാനമില്ലാതാക്കി, ആശ്വാസമില്ലാതാക്കി, അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന നിലയിലേക്ക് അഡിക്റ്റായി പോകുന്ന അനുഭവങ്ങൾ. ഇത് കൂടാതെ മനുഷ്യൻ നിസ്സാരമെന്ന് പറയുന്ന, കുഴപ്പമില്ല എന്ന് പറയുന്നതായ പല പാപങ്ങളും പിൽക്കാലത്ത് മനസ്സിൻ്റെ സ്വഭാവം മാറ്റി, നമ്മുടെ പെരുമാറ്റത്തിൻ്റെ സ്വഭാവം മാറ്റി, നമ്മുടെ മനോഭാവങ്ങളുടേതായ സ്വഭാവം മാറ്റി നമ്മെ ഒരു പ്രാകൃത മനുഷ്യനാക്കി മാറ്റും. അതിൽ നിന്നുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തെ, സന്തോഷത്തെ ഹനിക്കുന്ന, സമാധാനത്തെ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആരെങ്കിലും എന്നെ ഈ വീഡിയോയിൽ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു മോചനം ആവശ്യമാണ്, എനിക്കിന്ന് സമാധാനമില്ല, സന്തോഷമില്ല, ആശ്വാസമില്ല എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം അവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നിങ്ങൾക്കിതിന് പരിഹാരമുള്ളൂ, രക്ഷയുള്ളൂ. മറ്റൊരുത്തരിൽ രക്ഷയില്ലെന്നാ, രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് വൈബോധനം അവൻ അസന്നിഗ്ധമായി പറയുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് താങ്കൾ വരുമെങ്കിൽ, എന്താണ് അങ്ങനെ പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം താങ്കളുടെ അതിക്രമ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ടാണ് പരമബലിയായി തീർന്നത്, യാഗമായി തീർന്നത്. അത് പ്രായശ്ചിത്ത ബലിയായിരുന്നു. യേശു മരിച്ചവൻ മൂന്നാം നാൾ ഉയർത്തേറ്റു. യേശുവിനോട് താങ്കൾ ശാശ്വതമായ സമാധാനത്തിനും സന്തോഷത്തിനും വിടുതലിനുമായി താങ്കളുടെ പാപങ്ങളെ സംബന്ധിച്ച് പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ കർത്താവെന്ന് നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനായ ജീവിതത്തെ സമർപ്പിക്കുമെങ്കിൽ, ആ പാപവഴികളെ പൂർണ്ണമായി ഉപേക്ഷിക്കുമെങ്കിൽ, താങ്കളുടെ ഹൃദയത്തിൽ ആ സമയം മുതൽ സന്തോഷവും സമാധാനവും ആശ്വാസവും നിറയപ്പെടുവാനിടയായിത്തീരും. അതിനായി താങ്കളെ ക്ഷണിക്കുന്നു. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കും.